ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചെന്നൈയിൽ ശ്രീപെരുമ്പത്തൂരിൽ തിരുവള്ളൂരിലൊരു കശുവണ്ടി മാവ് തോട്ടത്തിലാണ്. നമ്മുടെ പരങ്കിമാവ്, നാട്ടിലെ പരങ്കിമാവ് ഉണ്ടല്ലോ, കശുവണ്ടി, ആ തോപ്പിലാണ്. ഞങ്ങളുടെ കമ്പനി ഇവിടെ അടുത്തുണ്ട്, വിസിറ്റ് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ഈ തോപ്പ് കണ്ടപ്പോൾ ഒരു സന്തോഷമായി, അങ്ങനെ വന്ന് നോക്കിയതാണ്. നമ്മുടെ പരങ്ങേണ്ടിയൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഭയങ്കരമായ ഒരു 10 ഏക്കറെങ്കിലും കാണും ഇത്. ഇപ്പോൾ ഇവിടെ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വലുതായിട്ടില്ല. അതാ ഇതൊക്കെ കുറച്ച് മുറ്റിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, വലിയൊരു തോപ്പാണ്. കുറേ കാലമായി ഇങ്ങനെ പരങ്കിമാവും പറങ്ങേണ്ടിയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പെട്ടെന്നൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ്. ഒരുപാടുണ്ട് ഇവിടെ, ഏക്കർ കണക്കിന് കിടക്കുക. അവിടെ 2 പറങ്ങേണ്ടിയും പഴവും ഉണ്ട്. എങ്ങനെയെങ്കിലും തപ്പാൻ നോക്കണം. വേണ്ടില്ലേ തപ്പണം. പാടാണ്. പരങ്ങേണ്ടിയിൽ നിന്നാണ് പിച്ചത്. ഈ മരത്തിൽ നിന്ന് പിച്ച് പരങ്ങേണ്ടി പഴം. അത് പരങ്ങേണ്ടിയും പഴമായിട്ട് ഉണ്ടല്ലേ. തിരിച്ച് പോകണം. വഴി മാറിയോ എന്നൊരു ഡൗട്ടുണ്ട്, കണ്ടുപിടിക്കണം. ഇതുവഴിയാണ് ഞാൻ വന്നത്. ഇങ്ങനെ ഇങ്ങോട്ട് പോകണം. പറങ്ങേണ്ടിയും പഴം കണ്ടപ്പോൾ ഉടനെ ചാടി ഇഞ്ഞൊടിഞ്ഞ് കയറി. പക്ഷേ ഇപ്പം വഴി തെറ്റിയോ എന്നൊക്കെ ഒരു ഡൗട്ട്. അത് കണ്ടുപിടിച്ചൊരു അടുത്ത് തന്നെയാണ്, കുഴപ്പമില്ല. ആ കമ്പി പോകുന്നില്ലേ, കുതിരക്കമ്പി, അത് ഞങ്ങളുടെ കമ്പനിയുടെ ലാൻഡിൻ്റെ അകത്തൂടെ പോകുന്നത്. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് പോയാൽ എനിക്ക് അവിടെ എത്താൻ പറ്റും. സോ ഓക്കെ, നോക്കാം. ഒക്കെ ഉണ്ട്. വന്ന വഴി ഇതാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇങ്ങോട്ട് കയറിയതാ. ഇത് എന്തു മരമാണെന്നറിയത്തില്ല, ചെറിയ ഇല പിടിച്ച് നിൽക്കുന്നു. വലിയ മരമാവുന്നതാണോ കുറ്റിക്കാടാണെന്നൊന്നും അറിയാൻ വയ്യ. പക്ഷെ നല്ല രസമുണ്ട്. ഇത് എല്ലായിടും ഇങ്ങനെ നിൽക്കുക. പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. രാത്രിയിലൊന്നും ഇവിടെ ഉമയ്ക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പശുവൊക്കെ മേയുന്നുണ്ടെന്ന് തോന്നുന്നു. ചാണാനൊക്കെ കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു അക്കേഷ്യ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ വന്നെന്നറിയാൻ മതി. അക്കേഷ്യാണോ നോക്കട്ടെ. അതേ അക്കേഷ്യ തന്നെ. എങ്ങനെ വന്നു ഇവിടെ ഈ അക്കേഷ്യ? പൊതുവേ ചെന്നൈയിൽ അക്കേഷ്യ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത് അക്കേഷ്യ തന്നെ. ഈ അക്കേഷ്യ അക്കേഷ്യ തന്നെ. എല്ലാം മാന്തോപ്പാണ് കംപ്ലീറ്റ്. പല വെറൈറ്റി മാമരം. ഇത് ഒരു തരത്തിലെ കായാണ്. എന്ത് കായാണെന്നറിയാൻ വയ്യ. നിങ്ങളാ മൊത്തം മാന്തോപ്പാണ് അങ്ങോട്ട്. അതിനപ്പുറത്ത് വിജനമായ സ്ഥലം. അത് വേറെ കമ്പനികളൊക്കെ ഉണ്ട്, വേറെ ഏരിയ. മാങ്ങ 2 എണ്ണം ആരോ പിച്ചതാണ്. താഴെ വന്ന് തൊങ്ങിക്കിടക്കുന്നത്. അല്ലല്ല, ഇതിൽ പിടിച്ച് കിടക്കുക. ഞാൻ ആദ്യം വിചാരിച്ച് എടുത്തത് ഇതായെന്ന്. എടുക്കുന്നില്ല, അങ്ങനെ കിടന്നോട്ടത് പരുവായിട്ടില്ല. വിളഞ്ഞതിന് ശേഷം എടുക്കാം. അവിടെയാണ് സൈറ്റ്. പുതിയ കമ്പനിയാണ് കെട്ടിക്കൊണ്ടിരിക്കുക കമ്പനി. ഇവിടെ പശുമാടൊക്കെ ഉണ്ട്. 2-3 പശുമാടിൽ നിന്ന് മെയിന്. 2-3 4 ഉണ്ട്. നമ്മളെ കണ്ടത് ഓടാൻ ശ്രമിക്കുന്ന ഒരു കാളക്കൂറ്റനുണ്ട്. നമ്മൾ ഇടിക്കാൻ വരത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
വാ. ഞങ്ങളുടെ കമ്പനിയുടെ മാന്തോപ്പാണ്. അപ്പോൾ പകുതി ലാൻഡ് ആണ് ഇപ്പോൾ കമ്പനിയായിട്ട് കെട്ടുന്നത്, ബാക്കി മാന്തോപ്പായിട്ട് നിലനിർത്തുകയാണ്. ഒരുപാട് മാങ്ങയുണ്ട്, ഞങ്ങളിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയും 2-3 മാസം കഴിഞ്ഞെങ്കിലേ ഇത് വിളയത്തുള്ളൂ. അപ്പം അടുത്ത ട്രിപ്പ് വരുമ്പം നല്ല വിളഞ്ഞ് പരുവത്തിനാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എടുക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, സമയമായി. ബൈ.